എന്തു പറഞ്ഞ് ഇവിടെ എത്തുന്നവർ ഈ അച്ഛനെയും അമ്മയും ഈ ബന്ധുക്കളെയൊക്കെ ആശ്വസിപ്പിക്കുമെന്ന് നമുക്കറിയില്ല. ആർക്കും അതിന് കഴിയുകയും ചെയ്യില്ല. നമുക്ക് ആകെ കഴിയുന്നത് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഒന്നല്ല 4 കുടുംബങ്ങളാണ് ഈ ഒരു തീവ്രവേദനയിൽ ഇപ്പോൾ നീറുന്നത്. അവർക്കൊപ്പം ഈ നാടൊന്നാകെ നിൽക്കുകയാണ്. അതുമാത്രമാണ് ഇപ്പോൾ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാഴ്ച. ആയിഷയുടെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് മറ്റു കുട്ടികളുടെയും വീട്. ഇവിടെ നിന്നും ആളുകൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നു. ഒരു കണ്ണീർ പ്രവാഹം പോലെ ഈ നാട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. വീടുകളിൽ നിന്നും വീടുകളിലേക്ക് ആളുകൾ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. 8 മണിയോടെ തൊട്ടപ്പുറത്തുള്ള കരിമ്പരിങ്ങൽ ഹാളിലേക്ക് ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അവിടെയാകും നാടിൻ്റെ ഒന്നാകെയുള്ള അവരുടെ വിലാപ കാഴ്ചകൾ ഉണ്ടാവുക. പൊതുദർശനം അവിടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇവിടെ ഇനി എന്ത് പറഞ്ഞാലും ഈ ഒരു കുടുംബങ്ങൾക്കൊന്നും അവർക്ക് നഷ്ടമായതിനേക്കാൾ വലുതായിട്ടൊന്നും അവർക്ക് നഷ്ടമാകാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ ഇവിടെ അപ്രസക്തമാണ്. വാക്കുകൾക്കൊന്നും വലിയ അർത്ഥവുമില്ല. നിശബ്ദമായി ഇവർക്കൊപ്പം നിന്ന് തേങ്ങലോടെ നിറകണ്ണുകളോടെ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇവർക്കെല്ലാം ഒരുപക്ഷെ ഇന്നലത്തെ ഒരു ദിവസം ആയിരിക്കാം പലരും ഇവരാദ്യമായിട്ട് കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. എന്നിരുന്നാൽ പോലും അവരുടെ ആ വിയോഗം, അത് ഈ നാടിനുണ്ടാക്കിയ വേദന അത് ചെറുതല്ല, അത് സമാനതകളില്ലാത്തതാണ്. ഇതൊരു ഒരുപാട് പ്രതീക്ഷയോടെ, ഒരുപാട് സ്വപ്നങ്ങളോടെ, ഒരുപാട് ആഗ്രഹങ്ങളോടെ അവരുടെ കുടുംബങ്ങൾ അവർക്ക് നൽകിയിരുന്ന, ഈ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരുന്ന കരുതൽ, അതെല്ലാം തന്നെ ഒരു ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തിന് ഇല്ലാതാവുകയാണ്. അവരുടെ ജീവിതത്തിന് എല്ലാം തന്നെ അർത്ഥം തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥ. എന്തു പറഞ്ഞാലും ഇവിടെ നമ്മുടെ വാക്കുകളോ കേട്ടിരിക്കുന്നവരുടെ വാക്കുകളോ ഒന്നും ഈ ദുഃഖത്തെ വിശദീകരിക്കാൻ മാത്രം ആഴമുള്ളതാകില്ല. കാരണം നമുക്കെല്ലാം പറയുന്നതിനും അപ്പുറത്താണ് ഈ ഒരു സാഹചര്യം. നമുക്കൊക്കെ സഹിക്കാവുന്നതിലപ്പുറത്താണ് ഈ ഒരു കാഴ്ചകൾ. ഇവിടെ എത്തുന്നവരുടെ എല്ലാം മുഖത്ത് നമുക്ക് കാണാനാകുന്നത് അതിതീവ്രമായ ദുഃഖമാണ്. അവർക്ക് ഒരിക്കലും ഈ ഒരു കുടുംബത്തിന് ഇതെങ്ങനെ മറികടക്കാനാകുമെന്ന ചോദ്യമാണ് എല്ലാവർക്കും ഒരുപോലെ ഉന്നയിക്കുന്നത്. എങ്ങനെ ഈ ഒരു വേദനയെ ഇവർ മറികടക്കും, എങ്ങനെ ഇവർ മറക്കും? ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് സാധാരണത്തെ പോലെ പോയി അവർ സ്കൂൾ വിട്ട് മടങ്ങി വരുന്നത് വരെ നമ്മൾ കണ്ടു, അവരുടെ അവസാന CCTV ദൃശ്യങ്ങളിൽ പോലും. അതിനുശേഷം അവർ ഈ ലോകത്ത് തന്നെ ഇല്ലാതാവുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല, ആർക്കും അത് അംഗീകരിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം വലിയ ഒരു ദുരന്തമാണ് ഈ ഒരു നാട്ടിൽ, ഈ ഒരു നാടിന് ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാർ, സ്കൂളിലും പഠനത്തിലും കളികളിലും എല്ലാം ഒരുമിച്ച് ഉണ്ടായിരുന്നവർ, സ്കൂളിലേക്ക് ഒരുമിച്ച് നടന്നു പോയവർ, സ്കൂളിൽ നിന്ന് ഒരുമിച്ച് നടന്നു വന്നവർ, അവരാണ് ഒരു നിമിഷം കൊണ്ട് ഒരുമിച്ച് ഇല്ലാതായിരിക്കുന്നത്. വിടരുന്ന മുമ്പ് കൊഴിയുന്ന പൂക്കളെപ്പറ്റി നമ്മൾ പറഞ്ഞു കേൾക്കും. പക്ഷേ അത് ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഇത്തരം ദുരന്തമുഖങ്ങളിലാണ്. എന്താണെങ്കിലും ഈ നാടൊന്നാകെ ഈ ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. തേങ്ങലടിച്ചുകൊണ്ട്, കണ്ണീർ തുടച്ചുകൊണ്ട് ഈ പൊന്നുമക്കളെ കണ്ട് മടങ്ങുകയാണ് ഈ നാട്ടിലുള്ളവർ. ആബാലവൃദ്ധം, എല്ലാ ജാതിമതഭേദങ്ങൾക്കപ്പുറത്ത് ഇവർക്ക് പങ്കുവെക്കാനുള്ളത് ഒരേ വികാരമാണ്. അതൊരു തീവ്ര വേദനയുടേതാണ്. അശ്വതി.
കല്ലടിക്കോട് അപകടത്തിൽ മരിച്ച ആയിഷയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അതീവ ദുഃഖകരമാണ് സാഹചര്യം. വിവരിക്കാനാകാത്ത കാഴ്ചകൾ അവിടെ നിന്ന് കാണുന്നു. ഉറ്റവർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവരും ആയിഷയുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. ഹൃദയുടെയും ഇർഫാനയുടെയും നിതയുടെയും വീട്ടിലെ സാഹചര്യം മറ്റൊന്നല്ല. രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടികളാണ്. നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ അവസാനത്തെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അവർ കളിച്ചിരിച്ച് പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയതാണ്. വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ചേതനയറ്റാണ്. അത് അവരെ അടുത്തറിയാത്ത നമുക്ക് പോലും താങ്ങാനാകുന്നതിലും അപ്പുറമെങ്കിൽ അവരുടെ കളിചിരി അറിയാവുന്ന, അവരെ അടുത്തറിയാവുന്ന, അവരെ വളർത്തി വലുതാക്കിയ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ജനങ്ങൾക്ക് എങ്ങനെ അത് അംഗീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റോഡിൻ്റെ അപാകതയെക്കുറിച്ചും അപകട സാധ്യതയെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുകയാണ്. അതേസമയം 4 കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഒറ്റയടിക്ക് ഒരു നിമിഷം കൊണ്ട് പൊലിഞ്ഞു പോയത്. ഇതിനു മുൻപും നിരവധി അപകടങ്ങൾ നടന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആയിഷയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. 8 മണിയോടെ പൊതുദർശനത്തിനായി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അതുവരെയുള്ള സമയമാണ് ബന്ധുക്കൾക്കും ഉറ്റവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനായുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച കാണുന്നു. പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണ്, 8ാം ക്ലാസ്സിൽ പഠിച്ച കുഞ്ഞുങ്ങളാണ്. ഒപ്പമുണ്ടായിരുന്ന അജുമ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ വിറയ്ക്കുകയാണ് അജുമ. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന 4 പേർ. ഇന്നലെ അജുമ സംസാരിക്കുമ്പോൾ അജുമയുടെ ബാഗിലായിരുന്നു പലരുടെയും കുടയും ചോറ്റുപാത്രവുമൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൈമാറിയിരുന്ന കാലം. ഇതാണല്ലോ ചെറിയ ബാല്യകാലം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഐസ് വാങ്ങി കടയിൽ നിന്ന് മടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞു. അത്യന്തം വേദനയുണ്ടാക്കുന്ന, ഇത്രത്തോളം സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ചേതനയേറ്റവർ. അവരവരുടെ വീടുകളിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം എന്നേക്കുമായി ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണവർ. ആ ദുഃഖം താങ്ങാനാകാതെ ബന്ധുക്കൾ അവിടെയുണ്ട്. ഈ അപകടത്തിന് കാരണക്കാരായ 2 ലോറികളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. റോഡിലെ മഴയുണ്ടായിരുന്നു. റോഡിലെ തെന്നൽ അപകടത്തിനൊരു കാരണമായി പറയുന്നു. നിയന്ത്രണം വിട്ടതാണെന്ന് പറയുന്നു. എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഈ ദുഃഖം അത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ മരണം സംഭവിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളാണിപ്പോൾ ലഭിക്കുന്നത്. 4 കുഞ്ഞുങ്ങളെയും കണ്ണീരോടെ യാത്ര അയക്കുകയാണ് ഒരു നാട്. അടുത്തടുത്ത വീടുകളിൽ കഴിയുന്ന, എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന 4 സുഹൃത്തുക്കൾ അവർ മരണത്തിലും ഒരുമിച്ച് മടങ്ങുകയാണ്. അനുമോദ്, ഈ പൊതുദർശനം സ്കൂളിലാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും അത് ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നു. 8 മണിയോടെ പൊതുദർശനത്തിലേക്ക് നീങ്ങുമെന്നറിയുന്നു. ഇപ്പോഴും വലിയ നിര അവിടെ കുഞ്ഞുങ്ങളെ കാണാനായി എത്തുന്നത് നമുക്ക് കാഴ്ചയിൽ കാണുന്നുണ്ട്. സമയക്രമം അങ്ങനെ തന്നെ പാലിക്കാൻ കഴിയുമെന്ന് ആണോ ഇപ്പോൾ ലഭിക്കുന്നത്? അശ്വതി, ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് ആളുകൾ തേങ്ങലടിച്ച് കയറി ഇറങ്ങുന്നതിൻ്റെ കാഴ്ചയാണ്. ഒരു ഹൃദയമുള്ളവർക്കൊന്നും അത് താങ്ങാനാവില്ല. അത്രമാത്രം വേദനാജനകമാണ്. നമ്മൾ കാണുമ്പോൾ ഈ പ്രായമായ ഉമ്മുമ്മമാരൊക്കെ കണ്ണീർ തുടച്ച് ഏങ്ങലടിച്ചാണ് ഇവിടെ ഈ കുട്ടികൾക്ക് ഔദ്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നത്. അവരെയൊക്കെ മനസ്സിൽ എത്രമാത്രം വലിയ ദുഃഖമായിരിക്കുമെന്ന് പറയാൻ പോലും വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. പ്രായമായവരും കുട്ടികളും ഒപ്പം പഠിച്ചവരും ഇത് കേട്ടറിഞ്ഞെത്തിയ നാട്ടുകാരും നാട്ടുകാരല്ലാത്തവരും തുടങ്ങി ഒരുപക്ഷെ ആദ്യമായിട്ട് ഇവരെ കാണുന്നവർ അവരുടെ അവസാന യാത്രയുടെ ആ സമയത്താണ് എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം. ഇനി അതിലേറെ സങ്കടം
ഇനിയൊരു മടങ്ങിവരവില്ലാത്ത ഇവരുടെ തിരിച്ചിറക്കം എന്നുള്ളതാണ്. സത്യത്തിൽ ഈ മരണവീടുകളിൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഇവരെ അവസാനമായി സംസ്കരിക്കാനായി വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു ദൃശ്യം. അത് നമ്മളൊക്കെ വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് പറയാനാവില്ല. ചിലപ്പോൾ വാക്ക് പോലും കിട്ടാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഈ മരിച്ചവരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പോലും അവരുടെ ആ ഒരു സമയം നമുക്കൊരിക്കലും പങ്കുവയ്ക്കാൻ കഴിയില്ല. കാരണം ഒരിക്കലും ഇനി തിരിച്ചു വരില്ല അവർ. ഇപ്പോൾ അവർ അവസാനമായിട്ട് അവർ കളിച്ച് ചിരിച്ച് നടന്നിരുന്ന അവരുടെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും കുസൃതികളും ഒക്കെ പങ്കുവച്ചിരുന്ന ആ വീട്ടിലെ അവസാന നിമിഷമാണ് അവരുടെ. അത് അവർ പോലും അറിയുന്നില്ലെങ്കിൽ പോലും ഇനി ഈ വീട്ടിൽ അവരില്ല. അവർക്കിനി ഓർമ്മയിലാണ്. അപ്പോൾ അവരെ അവസാനമായിട്ട് അവരുടെ വീട്ടിൽ കാണാൻ കഴിയുന്ന ആ ഏറ്റവും അവസാന സമയമാണിത്, അവസാന നിമിഷമാണിത്. 1 മണിക്കൂറിനകം ഇവരെല്ലാം തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഈ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി കൊണ്ടുപോകും. ആ ഒരു നിമിഷം എന്നുള്ളത് നമ്മൾക്കൊക്കെ സത്യത്തിൽ ഈ ഒരു എങ്ങനെ പങ്കുവയ്ക്കും എന്നുള്ളതാണ് നമ്മളെയൊക്കെ മുൻപിലുള്ള വലിയ ഒരു വെല്ലുവിളി. കാരണം നമ്മുടെ ഒക്കെ വീട്ടിൽ നിന്ന് ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ പോകേണ്ടി വരിക എന്നുള്ളത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന യാഥാർത്ഥ്യമല്ല. അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊന്നും ഒരാൾക്കും തന്നെ അത് അംഗീകരിക്കാനാവില്ല. അപ്പോൾ ഈ കുഞ്ഞു മക്കൾ, നമ്മുടെയൊക്കെ കുഞ്ഞു സഹോദരിമാർ, അവരൊക്കെ ഇന്നലെ സ്കൂളിലേക്ക് അവരുടെ സാധാരണ ദിവസം ആരംഭിക്കുന്നത് പോലെ ബാഗും ഭക്ഷണവും വെള്ളവും ഒക്കെയായി പോയവർ ഇങ്ങനെ എത്തി ഇനി തിരിച്ചു വരാത്ത രീതിയിലേക്ക് മടങ്ങിപ്പോകുന്നുവെന്ന് പറയുമ്പോൾ അത് ഉള്ളു പിടയുകയാണ് നമ്മളത് കാണുന്ന ഈ ഒരു സമയത്ത് പോലും. കാരണം അതാണ് അനുമോദ, അത്യന്തം ദുഃഖകരമാണ്. അത് വിശദീകരിക്കുക വയ്യ. ഇന്നും പരീക്ഷയ്ക്ക് പോകേണ്ട കുഞ്ഞുങ്ങളാണ് ഈ 4 പേരും. ഇന്നലത്തെ പരീക്ഷ എഴുതി അതിനെക്കുറിച്ചുള്ള സംസാരത്തിനിടയിലാകാം ഈ അപകടം സംഭവിച്ചത്. മരണത്തിലും ഇണപിരിഞ്ഞില്ല അവർ എന്നുള്ളതാണ്. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ വിട്ട് അവർ ഒരുമിച്ച് മടങ്ങിയിരിക്കുകയാണ്. ഇത് വിശ്വസിക്കാനാകാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അവരുടെ അധ്യാപകരും കൂട്ടുകാരും നാട്ടുകാരും.